ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്നും വിശ്വസിക്കുന്നു. ഇന്നലെ ആ ചിക്കൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വറുത്തരച്ച ചിക്കൻ കറി വെക്കാമെന്നും. അതിന് ഞാൻ കുക്കറിൻ്റെ അകത്ത് ബാലൻസ് ചിക്കൻ ഇട്ടു. കുറച്ച് ചിക്കൻ മസാല, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, ഉപ്പ്, ശകലം ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു വിസിൽ വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു വിസിൽ വന്ന് ചിക്കൻ വെന്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട തേങ്ങ വറുത്ത് പൊടിച്ചതാണ്. വേറൊന്നും ഇട്ടിട്ടില്ല, തേങ്ങ വറുത്ത് പൊടിച്ചത് മാത്രം. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പെരുംജീരകവും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് അരച്ച് മാറ്റി വെക്കാം. അത് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അതിൻ്റെ അഭിപ്രായം പറയണം. എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വീണ്ടും ഞാൻ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചു. കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടി ഇട്ടു. നല്ല ഫ്ലെയിം ആയതുകൊണ്ട് ഇച്ചിരി ഉലുവയൊക്കെ പെട്ടെന്നായിരുന്നു ഡ്രൈ ആയത്. അങ്ങനെ ഞാൻ വീണ്ടും അടുപ്പ് മാറ്റി ചെറിയ അടുപ്പിലോട്ട് വെച്ചു. അവിടെ ഇട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ട് വരുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഞാനെപ്പോൾ സവാള ചിക്കിയാലും കുറച്ച് ഉപ്പ് അതിൻ്റെ അകത്ത് വാരി വിതറുന്ന ജോലിയുണ്ട്. നിങ്ങളും വീട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്കതൊന്ന് വരട്ടിയെടുക്കാം. അങ്ങനെ അടച്ച് വെച്ചു. കുറച്ചൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും എടുത്തിട്ട് ഞാൻ വഴറ്റുന്നുണ്ട്. അങ്ങനെ തക്കാളി ആഡ് ചെയ്തു. പെട്ടെന്ന് വെക്കാം നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചിക്കൻ കറി. അങ്ങനെ വീണ്ടും അടച്ചു വെച്ചു. അപ്പോഴേക്ക് ചിക്കൻ വെന്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി. എനിക്കിവിടെ അളവൊന്നുമില്ല, എനിക്കൊരു കണക്കിന് ഞാൻ അങ്ങനെ ഇടുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാനിവിടെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതും ഒന്ന് വരട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ വാരിയിടുന്നുണ്ട്. അങ്ങനെ അതും ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് വഴറ്റി നല്ല മൂക്കുന്ന നല്ല ചുവന്ന കളറാകുന്നിടം വരെ ഞാൻ വഴറ്റുന്നുണ്ട്. ഇന്ന് ഒത്തിരി റെസിപ്പിയൊന്നുമില്ല. ഈ ഒരു ചിക്കൻ കറി, ഒരു കോവയ്ക്കയുടെയും ഉള്ളു. ഇന്നത്തെ ഫുഡ് ഐറ്റംസ് കോവയ്ക്കയും ചിക്കൻ കറിയുമാണ്. ഒരിടത്ത് ഞാൻ ചോറ് വേകുന്നുണ്ട്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ തട്ടിയിട്ടു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു. ചോറിന് കറിയാകുമ്പോൾ ഇച്ചിരി നീട്ടി എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇച്ചിരി കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലോട്ട് ചേർത്തു. എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കി ഒന്ന് മൂടി വെക്കാം. കുറച്ച് നേരം മൂടി ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാം. ഞാൻ കോവയ്ക്ക അരിഞ്ഞ് അതിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, സവാള, ഇച്ചിരി തക്കാളി, ലേശം വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് പെരട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഉപ്പ് ഇട്ട് പെരട്ടി വെച്ചിരിക്കുമായിരുന്നു. അത് നമ്മൾ പാനെടുത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ടു. അതും ഒന്ന് തട്ടിയിട്ട് ഒന്ന് നമ്മൾ ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കടുക് തളിച്ചെടുക്കാം. അങ്ങനെ കടുക് താളിക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താളിച്ചെടുത്തു. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അങ്ങനെ നമ്മുടെ കോവയ്ക്കയും റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലെ മെയ്ഡാണ് എന്നെ സഹായിക്കുന്നത്. നല്ലൊരു മെയ്ഡാണ്. പേര് സൈനാബു എന്നാണ്. ഞാൻ അങ്ങോട്ട് പോയ തക്കത്തിൽ ആൾ വന്നൊന്ന് ഇളക്കുവാണ് കോവയ്ക്ക. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആൾക്ക് നാണമായ ആളങ്ങ് മാറിയതാണ്. അങ്ങനെ കോവയ്ക്കയും റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മണമുള്ള അടിപൊളി ടേസ്റ്റുള്ളതാണ്. ഓക്കെ, ബൈ ബൈ, സി യു.